ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനം വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നത്. ബി.ജെ.പിയുടെ സീറ്റുകൾ പകുതിയായി കുറയ്ക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു. ലോക്സഭയിൽ ഒന്നിച്ച ഇന്ത്യ സഖ്യം നിലവിലെ സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു മത്സരിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. 2014 മുതൽ സംസ്ഥാനം ഭരിക്കുന്നത് ബി.ജെ.പിയാണ്. എന്നാൽ 2024 അതിന് കാര്യമായ ഇടിവ് വന്നിട്ടുണ്ട്. ഇത് മുതലെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചാൽ സംസ്ഥാനത്ത് വിജയസാധ്യത കൂടുതലായിരിക്കും. ഇപ്പോൾ ഹരിയാന അടക്കം 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായി പ്രാദേശിക ശക്തിയായ INLDയെ പിന്നിലാക്കിക്കൊണ്ട് ബി.ജെ.പിയും കോൺഗ്രസുമാണ് സംസ്ഥാനത്ത് കരുത്തിൽ മുന്നിലുള്ളത്. 2005 മുതൽ 2014 വരെ ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിൽ കോൺഗ്രസാണ് സംസ്ഥാനം ഭരിച്ചത്. 2014 മുതൽ ബി.ജെ.പിയാണ് സംസ്ഥാനം ഭരിക്കുന്നത്. 2019 ബി.ജെ.പിക്ക് ജനനായക് ജനതാ പാർട്ടിയുടെ പിന്തുണ വേണ്ടിവന്നു സർക്കാരുണ്ടാക്കാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതേ ട്രെൻഡാണ് ആവർത്തിച്ചത്. 2004, 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസാണ് ഹരിയാനയിൽ കൂടുതൽ സീറ്റുകളും നേടിയത്. ഇത്തവണ 5 വീതം സീറ്റുകളാണ് ഇരു പാർട്ടികളും നേടിയത്. പഞ്ചാബിൽ നിന്നും ഹരിയാന സംസ്ഥാനം രൂപീകരിച്ച 1966 മുതലുള്ള 3 ദശാബ്ദക്കാലം കോൺഗ്രസാണ് സംസ്ഥാനത്ത് ആധിപത്യം പുലർത്തിയത്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ.ജെ.പി സഖ്യം ഉപേക്ഷിച്ചാണ് ബി.ജെ.പി മത്സരിച്ചത്. അത് അവർക്ക് തിരിച്ചടിയായി. കഷ്ടിച്ചാണ് വിജയിച്ചത്. മുഖ്യമന്ത്രിയായി നയാബ് സിംഗ് സൈനി എത്തുകയും ചെയ്തു. പക്ഷേ കാര്യമായി ഗുണം ചെയ്തില്ല. കോൺഗ്രസ് 5 സീറ്റുകൾ പിടിച്ചെടുത്ത് നേട്ടം കൊയ്തു. ബി.ജെ.പിയുടെ വോട്ട് ശതമാനം 58%. അത് 46% കുറഞ്ഞു. കോൺഗ്രസിന്റേത് 28% നിന്ന് 43% വർദ്ധിച്ചിരിക്കുന്നത്. ആം ആദ്മി 3% വോട്ടും നേടി. നിലവിലെ വോട്ട് ശതമാനം പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് കോൺഗ്രസ് വൻ നേട്ടമുണ്ടാക്കാനുള്ള സാധ്യത ഏറെയാണ്. എന്നാൽ ഇന്ത്യ സഖ്യം ഒരുമിച്ച് മത്സരിക്കുകയാണെങ്കിൽ ഭരണം പിടിക്കാമെന്ന് കണക്കുകളിൽ നിന്നും വ്യക്തമാണ്. ഹരിയാനയിലെ 90 സീറ്റിൽ 44 എണ്ണത്തിലാണ് ബി.ജെ.പി വിജയിച്ചത്. കോൺഗ്രസിന് 42 സീറ്റും ലഭിച്ചു. ആം ആദ്മി 4 സീറ്റിലും ലീഡ് ചെയ്തു. കോൺഗ്രസും ആം ആദ്മിയും ചേർന്നാൽ ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് എത്താനാവും. ഡൽഹി, പഞ്ചാബ് എന്നിവിടങ്ങളിലേതുപോലെ ഹരിയാനയിൽ ആം ആദ്മിയുമായുള്ള കോൺഗ്രസ് ബന്ധം മോശമല്ലാത്തതിനാൽ ഇത് സഖ്യത്തിന് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഹരിയാനയിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ തിരിച്ചുവരാൻ കോൺഗ്രസിന് സാധിക്കുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.